ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിന്റെ പുതിയൊരു എപ്പിസോഡിലോട് സ്വാഗതം. അപ്പൊ എന്തായാലും നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നല്ലൊരു അടിപൊളി BDF അല്ലെങ്കിൽ ഒരു ബീഫ് ഡ്രൈ ഫ്രൈ എന്നൊക്കെ പറയും, അങ്ങനെയുള്ള ഒരു ബീഫ് വിഭവമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വിഭവം ഉണ്ടാക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, ഞാൻ സാധാരണ പുറത്തു പോകുന്ന സമയത്തൊക്കെ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ഒരു ബീഫിന്റെ വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഈ ഒരു BDF ആണ്, അതായത് ബീഫ് ഡ്രൈ ഫ്രൈ ആണോ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കാന്ന് വിചാരിച്ചത്. അപ്പൊ എന്തായാലും പോയിട്ട് കുറച്ച് ബീഫ് വാങ്ങിയിട്ട് വന്നിട്ടുണ്ട്. ഒരു 1/2 കിലോ ബീഫ് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ എന്തായാലും ഞാൻ സംസാരിച്ച സമയങ്ങൾ ചെയ്യുന്നില്ല, നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ നിങ്ങൾ പുതുതായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കും കൂടെ പ്രസ് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ എടുത്ത എല്ലാ വീഡിയോസും നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുള്ളൂ. അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ വീഡിയോ കണ്ടിട്ട് വരാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എടുക്കുന്നത് നമ്മളുടെ മെയിൻ ഐറ്റമായ ബീഫാണ് കേട്ടോ. നല്ല കഴുകി വൃത്തിയാക്കി വെച്ച ബീഫാണ്. ഒരു 1/2 കിലോ ബീഫ് നമ്മൾ വാങ്ങിയിട്ടുണ്ട്. നമ്മൾ അങ്ങാടിയിൽ നിന്ന് വാങ്ങുമ്പോൾ തന്നെ ഏകദേശം ഈ ഒരു വലിപ്പത്തിലാണ് കട്ട് ചെയ്ത് വാങ്ങിയത് കേട്ടോ. അപ്പോൾ നമ്മളിത് കുറച്ച് മഞ്ഞപ്പൊടി ആക്കിയിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ ബീഫ് ഒന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത്, ഇതുപോലെ ഒരു കുക്കർ എടുത്തിട്ട് ആ കുക്കറിലോട്ട് നമ്മളുടെ ഈ ബീഫിൻ്റെ പീസസൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. അതിലത്തെ വെള്ളമൊക്കെ കളഞ്ഞിട്ടാണ് ഞാൻ ഈ പീസസൊക്കെ ഇതിലോട്ട് ഇടുന്നത് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ ഏകദേശം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ ഒരു 1/4 ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഒരു 1/2 ടേബിൾ സ്പൂൺ കുറച്ച് പെപ്പർ പൗഡർ, അതായത് നമ്മുടെ കുരുമുളക് പൊടിച്ചത്, അതുകൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഏകദേശം ഒരു ചെറിയ സ്പൂണിൽ ഫുൾ സ്പൂൺ ഉപ്പ് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് അതിലോട്ട് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം ഇട്ടതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. കാരണം ആ മസാല എല്ലാ ഭാഗത്തോട്ടും, ഇറച്ചിയുടെ കഷ്ണത്തോട്ടൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കാനായിട്ടാണ് ഇതുപോലെ ഇളക്കി കൊടുക്കുന്നത് കേട്ടോ. ഇതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു കുക്കർ അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഏകദേശം ഈ ചിക്കൻ്റെ 80% നമ്മൾ ഇതുപോലെ വേവിച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ വെച്ചതും സ്റ്റൗവിൽ വെച്ചതും ഫുൾ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫസ്റ്റ് വിസിൽ വരുന്നവരെ വേവിക്കുക. അതിന് ശേഷം ഒരു 3-4 വിസിൽ ലോ ഫ്ലെയിമിൽ കൂടെ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. നമുക്ക് എന്തായാലും ഇതൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ മൊത്തത്തിൽ 5 വിസിലിന് ശേഷം നമ്മൾ ഇതുപോലെ തുറന്നു നോക്കുമ്പോൾ കണ്ടല്ലോ, അത്യാവശ്യം നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. ഒരു 80% വേവ് നമുക്ക് ഇതിൽ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ആ ഒരു വെള്ളമൊക്കെ മാറ്റിയിട്ട്, ആ സ്റ്റോക്ക് വാട്ടറൊക്കെ മാറ്റിയിട്ട് ഇറച്ചി മാത്രമാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇറച്ചി നമുക്ക് ചെറിയ ചെറിയ പീസസ് ആയിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. ഇതല്ല, ഇതിനും കൂടെ കുറച്ചുകൂടെ ചെറുതായിട്ടാണ് നമ്മൾ മൊത്തത്തിൽ കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പകുതി കൂടെ നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കേണ്ടതുണ്ട്. നമുക്ക് എന്തായാലും ഇത് മൊത്തമായിട്ട് നമ്മളുടെ എല്ലാ പീസസും ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ ഈ ഒരു പരുവത്തിലാണ് മൊത്തം പീസസും കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, നമ്മൾ ഫസ്റ്റ് ഒരു കട്ട് ചെയ്തിട്ട് അതിനെ വീണ്ടും ഒരു ഹാഫ് കൂടെ ആക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ ഇതിനായിട്ടുള്ള മസാല നമുക്ക് തയ്യാറാക്കണം, ഇത് ഫ്രൈ ചെയ്യാനായിട്ട്. അപ്പോൾ അതിനായിട്ട് നമ്മൾ മസാലയ്ക്ക് ആദ്യം എടുക്കുന്നത് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. ഏകദേശം 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. അതുപോലെ ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കൂടെ നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ കോൺഫ്ലോർ ഇല്ലെങ്കിൽ നമുക്ക് മുട്ടയുടെ വെള്ളയാണെങ്കിലും മതി കേട്ടോ. അതിന് മുകളിലോട്ട് നമ്മൾ ഏകദേശം 1 ടേബിൾ സ്പൂണ് ഇതുപോലെ ക്രഷ് ചെയ്ത ചില്ലിയാണ്, അതായത് നമ്മുടെ ചുവന്ന മുളക് ക്രഷ് ചെയ്തത്. അതിന് ശേഷം നമ്മൾ ഇതുപോലെ 1 ടേബിൾ സ്പൂണ് മുളക് പൊടി കൂടി ഇട്ടിട്ടുണ്ട്. അതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വീണ്ടും ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു 1/4 ടീസ്പൂൺ ഇതുപോലെ ചതച്ച ജീരകം കേട്ടോ. അപ്പോൾ നമ്മുടെ പെരിഞ്ജീരകമാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അതുപോലെ ഒരു 1.5 ടീസ്പൂണ് ഉപ്പ് കൂടെ വീണ്ടും നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് നിങ്ങളുടെ ആവശ്യത്തിന് ചേർക്കാവുന്നതാണ്. അതിന് ശേഷം ഞാൻ കുറച്ച് നാരങ്ങ നീര് കൂടെ ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂണാണ് നാരങ്ങ നീര് ഒഴിച്ച്. അതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ച ആ സ്റ്റോക്ക് വാട്ടർ ഉണ്ടല്ലോ, അതായത് നമ്മളുടെ ഈ ഒരു ബീഫ് വേവിച്ച വെള്ളം, അതുകൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. അങ്ങനെ നമ്മളുടെ ഈ ഒരു ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ബാറ്ററിലോട്ട് അല്ലെങ്കിൽ ഈ ഒരു മസാലയിലോട്ട് നമ്മളുടെ ഈ പീസസൊക്കെ നന്നായിട്ട് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് യോജിപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതുപോലെ മൊത്തത്തിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ചിക്കൻ വേവിക്കുമ്പോൾ നിങ്ങൾ ഒരുപാട് വേവാതെ സൂക്ഷിക്കുക, കാരണം ഒരുപാട് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാൻ പറ്റില്ല, ചിലപ്പോൾ ഇത് പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏകദേശം 80% മാത്രം ഫസ്റ്റത്തെ ആ ഒരു ബോയിലിങ്ങിൽ നിങ്ങൾ ബോയിൽ ചെയ്തെടുത്താൽ മതി കേട്ടോ. എന്തായാലും നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കാം. അങ്ങനെ ഇത് നന്നായി പുരട്ടിയതിന് ശേഷം ഒരു 1/2 മണിക്കൂർ അടച്ചു വെച്ച് ഒന്ന് സെറ്റാവാൻ വയ്ക്കാം. അങ്ങനെ 1/2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മളിത് നല്ല തിളച്ച എണ്ണയിലോട്ടിട്ട് വറുത്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു എണ്ണ തിളച്ചത് എന്ന് പറയുമ്പോൾ ഒരുപാട് ഹൈ ഫ്ലെയിമിലിട്ട് തിളപ്പിച്ച എണ്ണ ആയിരിക്കരുത്.
നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതുപോലെ തിളപ്പിച്ച് അതിലോട്ട് ഇടാനായിട്ട് കേട്ടോ. ഇതെപ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വയ്ക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ നിങ്ങൾ ഈ ഒരു ബീഫ് ഇതിലോട്ട് ഇട്ട് കഴിഞ്ഞതും അപ്പം തന്നെ ഇളക്കാതിരിക്കുക. ഒരു 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം ഇതൊന്ന് ഇളക്കി കൊടുക്കുക. എന്നാൽ മാത്രമേ നമുക്ക് അതിലത്തെ മസാല അതുപോലെ തന്നെ നമുക്ക് അതിലോട്ട് കിട്ടുള്ളൂ കേട്ടോ. അതുകൊണ്ട് നമ്മൾ ഒരു 2 മിനിറ്റിന് ശേഷം ഇതുപോലെയൊക്കെ ഒന്ന് മറച്ചു കൊടുക്കാം. എല്ലാ സൈഡിലോട്ടും ആ ഒരു എണ്ണ തട്ടുന്ന പോലെ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. അതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ഇതുപോലെ പകുതി കീറിയ 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇതുപോലെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു 2 മിനിറ്റ് കൂടെ ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കത് പതുക്കെ വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റാവുന്നതാണ്. അപ്പോൾ ഏകദേശം ഒരു 1.5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനിയിപ്പോൾ ഇത് പതുക്കെ കോരി വേറൊരു പ്ലേറ്റിലോട്ട് ഇടാം. ഒരുപാട് നേരം ഇതിൽ തന്നെ വെച്ച് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് കട്ടി കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് കഴിക്കുമ്പോൾ ഭയങ്കര ഹാർഡായിട്ട് ഫീൽ ചെയ്യും. അതുകൊണ്ട് ഒരു 2 മിനിറ്റിന് ശേഷം നമുക്ക് പെട്ടെന്ന് തന്നെ അത് മാറ്റി വേറൊരു പ്ലേറ്റിലോട്ട് എടുക്കാം. അങ്ങനെ നമ്മളുടെ നല്ല അടിപൊളി BDF ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലോട്ട് കുറച്ച് ഇതുപോലെ നാരങ്ങ കൂടെ പിഴിഞ്ഞ് ഒരു പിടി പിടിച്ചാണ്ടല്ലോ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതെന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീട്ടിലൊക്കെ നല്ല അടിപൊളി ഡിഷ് തന്നെയാണ്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത എപ്പിസോഡ് കാണുന്നവരേക്കും ബൈ ബൈ.